ഫ്രണ്ട്സ്, 2025 മുതൽ ഇനി അങ്ങോട്ട് ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നും എന്തൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ പറ്റുക എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇതുവരെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഒരു ബാലൻസ്ഡ് ആയിട്ടായിരിക്കില്ല ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ചെറിയ ചെറിയ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ശരിയാക്കിയാലാണ് ജീവിതം കുറച്ചും കൂടെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുക എന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു 10 കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയുന്നത്. ആദ്യത്തെ കാര്യമാണ് കൺസിസ്റ്റൻ്റായിട്ടൊരു റൂട്ടീൻ ഉണ്ടാവുക എന്നുള്ളത്. രാവിലെ നമ്മളൊരു 6 മണീൻ്റെ 7 മണീൻ്റെ ഇടയിലൊക്കെ എഴുന്നേൽക്കുക, ജനലൊക്കെ തുറക്കുക. അപ്പോൾ ഒരു തണുത്ത കാറ്റും വെളിച്ചമൊക്കെ വരുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് ഫീൽ കിട്ടും. എന്നിട്ടൊന്ന് ഫ്രഷ് ആവുക. അത് കഴിഞ്ഞാണ് മെയിൻ കാര്യം വരുന്നത്, എക്സസൈസ് ചെയ്യുക. അതെന്ത് വേണേലും ആവാം. യോഗയോ ബ്രീതിങ് എക്സസൈസോ നടക്കുന്നതാവാം, അല്ല ജിമ്മ് പോകണമെങ്കിൽ അതാവാം. എന്താണേലും കുഴപ്പമില്ല. പക്ഷേ ദിവസവും നമ്മളൊരു അരമണിക്കൂറെങ്കിലും എക്സസൈസ് മുടങ്ങാതെ ചെയ്യണം. അതിപ്പോൾ ഒരു ദിവസം ചെയ്ത് പിന്നെ 2 ദിവസത്തേക്കില്ല, അങ്ങനെയല്ല. മുടങ്ങാതെ കൺസിസ്റ്റൻ്റായിട്ട് ഈ എക്സസൈസ് ചെയ്യാം. അതിലൂടെ നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ നല്ലൊരു മാറ്റം വരും. നമ്മളെ ഹെൽത്ത് പ്രോബ്ലംസും ഒരുപാട് മാറും. നല്ലൊരു ഹെൽത്തി ആയിട്ടിരിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് എക്സസൈസ്. രണ്ടാമത്തെ കാര്യമാണ് ഡയറ്റ്. ഇപ്പം നമ്മളെല്ലാവരും അധികവും ജങ്ക് ഫുഡ്സ് ആയിരിക്കും കൂടുതൽ കഴിക്കുക. വീട്ടിലത്തേത് അങ്ങനെ കഴിക്കുന്നുണ്ടാവില്ല. പക്ഷേ ഇപ്പം നമുക്ക് പ്രശ്നങ്ങളൊന്നും അങ്ങനെ വരില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഭാവിയിൽ നമുക്ക് കുറേ ഹെൽത്ത് പ്രോബ്ലംസ് ഇതുണ്ടാക്കും. ഇതിലൊക്കെ ട്രാൻസ് ഫാറ്റ് ഒക്കെയാണ് കൂടുതലുള്ളത്. അതൊന്നും നമ്മൾ ഒട്ടും നല്ലതല്ലാത്തതാണ്. അപ്പോൾ കൂടുതൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ കഴിക്കുക. അതായത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ഉൾപ്പെടുത്തുക. ഫ്രൂട്ട്സിലാണെങ്കിൽ ഇപ്പോൾ പപ്പായ, മാങ്ങ ഇങ്ങനത്തെ ഫുഡ്സൊക്കെ വൈറ്റമിൻ എ കിട്ടും. വൈറ്റമിൻ സി ഉള്ളതാണ് പേരക്ക, ഓറഞ്ച്, ഇതൊക്കെ കഴിക്കുക. പിന്നെ ദിവസം ഒരു മുട്ട കഴിക്കണം. ഇനി വെജിറ്റബിൾസിൻ്റെ കാര്യമാണെങ്കിൽ ഇലക്കറികളൊക്കെ കുറേ ഉൾപ്പെടുത്തുക. മുരിങ്ങയില, ചീര, ബ്രൊക്കോളി ഇതൊക്കെ കഴിക്കുക. ഇനിയുള്ളതാണ് പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും. പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ അതിൽ തൈര്, കോട്ടേജ് ചീസ് ഇതൊക്കെ കഴിക്കുക. പ്രീബയോട്ടിക്സ് ഉള്ളി, മഷ്റൂം, കിഡ്നി ബീൻസ് ഇതൊക്കെ കഴിക്കുക. ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കുടലിൻ്റെ നല്ല ബാക്ടീരിയനെയും ചീത്ത ബാക്ടീരിയനെയും ഒക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സഹായിക്കും. ഇനി ഫൈബർ ഉൾപ്പെടുത്താം നമ്മുടെ ഫുഡിൽ. അത് ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പോൾ ഫൈബർ കിട്ടും. വയറിൻ്റെ സ്തംഭനമൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഫൈബർ സഹായിക്കും. ഇതിൻ്റെ കൂടെ തന്നെ ഇന്നും നമ്മളൊരു 2.5 ലിറ്റർ വെള്ളമൊക്കെ കുടിക്കാൻ ശ്രമിക്കുക. അതേപോലെ എന്തെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 6 മന്ത്സ് കൂടുമ്പോൾ ഒന്ന് ടെസ്റ്റൊക്കെ ചെയ്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനുള്ള വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുക. ഇനിയിപ്പോൾ വൈറ്റമിൻ ഡി ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ വെയിൽ കൊണ്ടേ മതിയാവുള്ളൂ. അപ്പോൾ എന്നും രാവിലത്തെ ചെറിയ വെയിലൊക്കെ ഒന്ന് കൊള്ളുക. മൂന്നാമത്തെ കാര്യമാണ് സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ. സ്കിൻ കെയറിൽ നമ്മൾ കൂടുതലൊന്നും ചെയ്യേണ്ട. മൈൽഡായിട്ടുള്ളൊരു ക്ലെൻസറും സെറമൈഡ്, പെപ്റ്റൈഡ്സ് അങ്ങനത്തെ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. പുറത്തൊക്കെ പോകുമ്പോൾ ഒരു മിനറൽ സൺസ്ക്രീൻ ഉപയോഗിക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ ബോഡിയിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഒരു സ്ക്രബൊക്കെ ഉപയോഗിക്കാം. അതായത് അരിപ്പൊടിയും തൈരും മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാം. ഇനി ഹെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരു ഓയിൽ ഉപയോഗിക്കുക. അത് സാധാ വെളിച്ചെണ്ണയാവാം, അല്ലെങ്കിൽ കാച്ചിയ വെളിച്ചെണ്ണയോ എന്തും ആവാം. പിന്നെ ഓയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഷാമ്പൂ ചെയ്യാതിരിക്കരുത്. കാരണം ഓയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ അടിഞ്ഞുകൂടി ഡാൻഡ്രഫൊക്കെ ആയി മാറും. അപ്പോൾ ഒരു ഷാമ്പൂ ഉപയോഗിക്കാം, എന്നിട്ട് കണ്ടീഷണർ ഉപയോഗിക്കാം. പിന്നെ വീക്കിലി ഒരു 2 പ്രാവശ്യമൊക്കെ ഒരു ഹെയർ മാസ്കൊക്കെ ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ ഉലുവ അരച്ചിട്ട് അതിൻ്റെ അകത്ത് വൈറ്റമിൻ ഇ ടാബ്ലറ്റൊക്കെ ചേർത്തിട്ട് തേക്കാം. അല്ല കഞ്ഞിവെള്ളം വേണമെങ്കിൽ അത് തേക്കാം. അതൊക്കെ ഒരു ഷൈനിങ് എഫക്റ്റ് തരാൻ സഹായിക്കും. പിന്നെ മുട്ട തേക്കാൻ പറ്റും. ഇതൊക്കെ ചെയ്യാം. ഇനി 5ാമത്തെ പോയിൻ്റാണ് നമ്മളെ ഹോബീസൊക്കെ
ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യാം. അതായത് ഹോബീസോ നമ്മളെ സ്കിൽസോ ഒക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ലാംഗ്വേജ് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി ഇപ്പോൾ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പം എന്ത് ലാംഗ്വേജ്, ഇംഗ്ലീഷോ ഹിന്ദിയോ ഇനി വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ആണെങ്കിൽ നമുക്കതൊക്കെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും സ്കിൽസ്, ഡാൻസ്, പാട്ട്, ഇതിനൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ യൂട്യൂബ് നോക്കി പഠിക്കുക, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്യുക, പഠിക്കുക. പിന്നെ നമുക്ക് വരയ്ക്കാനാണോ എഴുതാനാണോ എന്താണോ നമ്മളെ സ്കില്ല്, അതൊന്നും കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇനി 5ാമത്തെ കാര്യമാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. അത് നമ്മളെ സ്കില്ലിനനുസരിച്ചുള്ള, നമ്മളെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി കണ്ടെത്തുക. അതിൽ നമ്മളെ പെർഫോമൻസ് എങ്ങനെയൊക്കെ നന്നാക്കാം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്ത് കൂടുതൽ നന്നാക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യം മാത്രം ചെയ്യണമെന്നില്ല, ക്രിയേറ്റീവായിട്ട് നമുക്ക് സൈഡിൽ കൂടെ വേറെ എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യാം. അപ്പോൾ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഉണ്ടാക്കി കൊടുക്കുക, കേക്ക് ഉണ്ടാക്കി കൊടുക്കുക, അങ്ങനത്തെ ചെറിയ ബിസിനസ്സൊക്കെ വീട്ടിലിരുന്ന് ചെയ്യാം. അങ്ങനെ എല്ലാം കൂടെ ചെയ്ത് നമുക്ക് കിട്ടുന്ന പൈസ നമ്മൾ സേവ് ചെയ്യണം. നമ്മൾ വെറുതെ അത് ഓരോന്ന് വാങ്ങിക്കൂട്ടി കളയരുത്. അത് വിചാരിച്ച് തീരെ ഒന്നും വാങ്ങരുത് എന്നല്ല. എല്ലാവർക്കും ഷോപ്പ് ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. ഷോപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ കിട്ടും, അതൊക്കെ വേണം. അതോടൊപ്പം തന്നെ നമ്മൾ സേവ് ചെയ്യുക. എന്നിട്ട് ആവശ്യമില്ലാതെ നമ്മൾ എവിടേക്കാണ് പൈസ കളയുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അത് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. 6ാമത്തെ കാര്യമാണ് ഫോർഗെറ്റ് ആൻഡ് ഫോർഗിവ്. നമ്മളിൽ പലർക്കും പലരോടും ദേഷ്യവും ശത്രുതയും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇനി അങ്ങോട്ട് അതൊക്കെ നമുക്ക് മാറ്റണം. കാരണം ഈ ലോകത്ത് ഒരു ചുരുങ്ങിയ സമയം മാത്രമേ നമുക്കൊക്കെ ജീവിതമുള്ളൂ. അപ്പോൾ അത് ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. എന്തിനാ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം വെച്ച് നടക്കുന്നത്? തെറ്റ് ചിലപ്പോൾ നമ്മളെ ഭാഗത്തായിരിക്കില്ല, ചിലപ്പോൾ അവരുടെ ഭാഗത്തായിരിക്കും. ഇനി ആരെടുത്തും ആയിക്കോട്ടെ, നമ്മൾ അങ്ങോട്ട് പോയി സംസാരിച്ച് ശരിയാക്കുക. അടുത്ത വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇതൊന്നും മനസ്സിൽ വെക്കാതെ എല്ലാം മാറ്റി മുന്നോട്ട് പരിഹരിച്ച് പോകണം. 7ാമത്തെ കാര്യമാണ് സോഷ്യലൈസ് ചെയ്യാന്നുള്ളത്. എപ്പോഴും നമ്മൾ കണക്റ്റഡ് ആയിട്ടിരിക്കണം നമ്മളെ ചുറ്റുള്ളവരുമായിട്ട്. അതിപ്പോൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നെയ്ബേഴ്സ് ആയിക്കോട്ടെ, അല്ല വീട്ടിലുള്ള ആൾക്കാരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മളെല്ലാവരുമായിട്ട് ഒരു നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കണം. നമ്മളെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ നമ്മളൊന്ന് വിളിക്കുക, സംസാരിക്കുക. വീട്ടിലുള്ള ആൾക്കാരോടൊക്കെ എല്ലാം ഒന്ന് ഷെയർ ചെയ്യുക, സംസാരിക്കുക. ഈ റിലേഷൻഷിപ്സ് എന്ന് പറഞ്ഞാൽ അതിലൂടെ നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് തരാൻ സഹായിക്കുന്നൊരു കാര്യം കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. 8ാമത്തെ കാര്യമാണ് ജേർണലിംഗ് എന്നുള്ളത്. ഇത് നമ്മോട് സംസാരിക്കുന്നതിലും കൂടുതൽ നമ്മളെ തന്നെ മനസ്സ് തുറക്കുന്ന സമയത്ത് ഒരുപാട് സഹായിക്കും നമ്മളെ. അതായത് ഇന്നും രാത്രി ഒരു കിടക്കാൻ പോകുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ അന്നത്തെ നടന്ന എല്ലാ കാര്യങ്ങളും നമ്മളൊരു ഡയറി സൂക്ഷിച്ച് അതിൻ്റെ അകത്ത് എഴുതി വയ്ക്കുക. അതായത് ഇന്ന് എന്തൊക്കെ ചെയ്തു, ഇന്ന് ഞാൻ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് എന്തൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം, ഇന്ന് എന്തൊക്കെ തെറ്റുകളാണ് എനിക്ക് സംഭവിച്ചത്, ഇതൊക്കെ ഒന്ന് എഴുതുക. അടുത്ത ദിവസം അതൊക്കെ ശരിയാക്കുക. അപ്പം നമ്മളെപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ തെറ്റുകൾ പറ്റിയെന്നും എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് ജീവിതത്തിൽ കൊണ്ടുവരണമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കും. അതേപോലെ മനസ്സിൽ നിന്നൊരു ഭാരങ്ങളൊക്കെ ഇറക്കി വെച്ച ഒരു ഫീലായിരിക്കും നമുക്ക് എഴുതി കഴിയുമ്പോൾ കിട്ടുക. അപ്പോൾ ഇത് എന്നും ചെയ്യാൻ ശ്രമിക്കുക. ഇനി 9ാമത്തെ കാര്യമാണ് ഉറക്കം എന്നുള്ളത്. ഇത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നും ഒരു 7 to 8 മണിക്കൂർ നമുക്ക് ഉറക്കം ആവശ്യമാണ്. എന്നാൽ മാത്രമേ അടുത്ത ദിവസം നമുക്ക് നല്ല എനർജിയോടുകൂടെ എഴുന്നേൽക്കാൻ പറ്റുള്ളൂ, റിഫ്രഷ്ഡ് ഫീലിംഗ് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നൊരു 10:30 ആകുമ്പോൾ കിടന്ന് ഒരു 6 മണിയാകുമ്പോൾ എഴുന്നേൽക്കുക, അതാണ് നല്ലൊരു ടൈമിങ്. പിന്നെ കിടക്കാൻ പോകുമ്പോൾ നമ്മൾ ഫോൺ ഉപയോഗിക്കുക, ചായ കാപ്പി അങ്ങനത്തതൊന്നും കുടിക്കാതിരിക്കുക. പിന്നെ അനാവശ്യമായിട്ട് ഓരോന്ന് ചിന്തിച്ച് കൂട്ടുകയും ചെയ്യരുത്. നമുക്ക് എന്തെങ്കിലും ഡ്രീമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് കിടക്കുക. അപ്പോൾ നല്ലൊരു ഉറക്കം കിട്ടും. ഇനി 10ാമത്തെ കാര്യമാണ് മൊബൈൽ യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക എന്നുള്ളത്. ഇന്നിപ്പോൾ എവിടെ നോക്കിയാലും അധികം ആൾക്കാരും
ഫുൾ ടൈം ഫോണിലായിരിക്കും നോക്കിയിരിക്കുന്നുണ്ടാവുക. കണക്ഷൻസൊക്കെ കുറവായിരിക്കും, സംസാരം കുറവായിരിക്കും. ഇപ്പോൾ ഒരു വീട്ടിലാണെങ്കിലും 4 ആളുണ്ടെങ്കിൽ 4 ആൾ 4 ഭാഗത്ത് ഫോൺ ഉപയോഗിച്ച് ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അത് കുറയ്ക്കുക. ഒരു വീട്ടിലാണെങ്കിൽ എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക, ഒരുമിച്ച് ഫുഡ് കഴിക്കുക, ഒരുമിച്ച് സംസാരിച്ചിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. ഫോണിൻ്റെ ഉപയോഗം തീരെ വേണ്ടാന്നല്ല, ഇടയ്ക്കൊരു ബ്രേക്കൊക്കെ എടുക്കണം തോന്നുമ്പോൾ നമ്മളൊന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് നോക്കാം. പക്ഷേ ഒരു ലിമിറ്റ് വിട്ട് ഫോൺ ഉപയോഗിക്കുന്നത് നിർത്തണം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ 10 കാര്യങ്ങളാട്ടോ ഞാനിവിടെ പറഞ്ഞത്. ഇതൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഉറപ്പായി നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. ബൈ.